അച്ഛാ, ചേച്ചി എന്നെ അടിക്കുന്നു. അച്ഛ ഇവളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. രണ്ടും കൂടെ അടുത്തിരുന്ന അപ്പം അടിയ. ഈ പൊന്നു, നീ വന്നേ. പൊന്നു, എന്താ അച്ഛാ? എന്തിനാ ഇവിടെ ശല്യം ചെയ്യുന്നേ? ആ കിട്ടുന്ന ക്ലാസ് ടി വിയിലൂടാ. നീ വന്നേ. ആ കടയിൽ പോയി 5 മുട്ട വാങ്ങിക്കൊണ്ടു വാ. ഇന്ന് ഉച്ചയ്ക്ക് മുട്ടക്കറിയാ. പോയി വാങ്ങിച്ചോണ്ടോ. ആരാണോ? സ്കൂളിൽ നിന്നാണല്ലോ. മീനുട്ടി, നിന്റെ ടീച്ചറെ വിളിക്കുന്നു. ഹലോ. ഹലോ, മീനുവിന്റെ അച്ഛനല്ലേ? അതെ ടീച്ചറെ. ആരാ അച്ഛാ? ഇത് സ്കൂളിൽ നിന്നാ. മീനുവിന്റെ ക്ലാസ് ടീച്ചറാ. എനിക്ക് മനസ്സിലായി ടീച്ചറെ. കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ടിവിയിലെ ക്ലാസ്സുകൾ മോൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട് ടീച്ചറെ. മോൾ ടിവിയുടെ മുന്നിൽ പഠിക്കുക. നല്ല കാര്യം. ഞാൻ വിളിച്ചത് നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടികളെയും ഉൾപ്പെടുത്തി ഓരോ വാട്സാപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കുന്നു. നല്ല കാര്യം. എന്നിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുകയും കുട്ടികൾ അവരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ രക്ഷിതാക്കളുടെ ഫോണിൽ വാട്സാപ്പ് ഉണ്ടാകണം. താങ്കളുടെ ഫോണിൽ വാട്സാപ്പ് ഉണ്ടോ? ഒരു കുറഞ്ഞ ഫോണാ, അതിൽ ഈ വാട്സാപ്പ് ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങേണ്ടി വരും. ടീച്ചറെ, കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ എൻ്റെ പഴയ ടി വി കൊടുത്തിട്ട് പുതിയൊരെണ്ണം വാങ്ങിയത്. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാ. ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം പണിയൊന്നുമില്ലായിരുന്നു. 2 ആഴ്ച ആയതേ ഉള്ളൂ വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. മിക്ക കുട്ടികളുടെയും രക്ഷിതാക്കളുടെ ഫോണിൽ വാട്സാപ്പ് ഉണ്ട്. ഇല്ലാത്തവരൊക്കെ മാറ്റി വാങ്ങുന്നുമുണ്ട്. പഠനത്തിൽ കുട്ടികളെ സഹായിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സാരമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. പുതിയ ഫോൺ വാങ്ങുന്നതുവരെ കുട്ടികളെ സഹായിക്കാൻ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളുമുണ്ട്. ഏതായാലും പുതിയ ഫോൺ വാങ്ങുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ശരി. എന്താ അച്ഛാ ടീച്ചർ പറഞ്ഞത്? വാട്സാപ്പുള്ള ഫോൺ വേണമെന്ന്. സ്കൂളിലെ ഗ്രൂപ്പിൽ ചേർക്കാനാണ് പോലും. എന്തെല്ലാം കുന്ത്രാണ്ടം വേണം പഠിക്കാൻ. ടി വി, മൊബൈൽ, കമ്പ്യൂട്ടർ. ചേച്ചിയുടെ മൊബൈലുണ്ട് വാട്സപ്പ്. ചേച്ചി പഠിക്കുന്നത് മൊബൈൽ നോക്കിയാ. ആരോട് കടം വാങ്ങാനാ? മോള് വിഷമിക്കണ്ട, അച്ഛൻ നോക്കട്ടെ. തൽക്കാലം മോളി കമ്മന് വരുത്താം. അച്ഛൻ കൊണ്ട് പണയം വെക്കാം. ആ തമിഴണ്ണാച്ച് വരുമ്പോൾ കുറച്ച് പൈസ വാങ്ങിക്കാം. അപ്പോൾ എടുക്കാം. ഇവനെന്താ പകലൊന്ന് സ്വപ്നം കാണുവാണോ? മണിയുണ്ടാ? മണിയണ്ട, നീ ഏത് ലോകത്താണ്? നീ എണീറ്റ് വന്ന് ആ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തേ. എന്താ എനിക്ക് പറ്റിയത്? വല്ലാതെ വിയർത്തിരിക്കുന്നല്ലോ. നീ എന്തിനാടാ കരയുന്നത്? എന്താ ഇവിടെ ഉണ്ടായത്? എൻ്റെ മോള്. മോക്കെന്ത് പറ്റി? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട.
നീ ഇപ്പോൾ അകത്തേക്ക് പോകണ്ട, അവൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്താ നടന്നത്? നീ അവളെ അടിച്ചോ? പറയാം. നിനക്കറിയാമല്ലോ, ഞാൻ ഈ പിള്ളേരുടെ സുരക്ഷയെ കരുതിയ ഈ വർക്ക്ഷോപ്പ് പോലും ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. അവൾ പോയതോടെ എല്ലാം കഴിഞ്ഞില്ലേ. ഒരു വിധത്തിലാണ് ജീവിതം പച്ചപിടിച്ച് വരാൻ തുടങ്ങിയത്. അതിനിടയിലാണ് എടുത്തി പോലെ കൊറോണ. ഈ വീടിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ. ഇപ്പൊ എന്താ ഉണ്ടായത്? പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ആദ്യം ഒരു TV വാങ്ങി. ഇലവരുടെ കാതിൽ കിടന്ന കമ്മൽ കൊണ്ട് പണയം വെച്ചിട്ടാ ഒരു മൊബൈൽ വാങ്ങിച്ചത്. അന്ന് മുതൽ അവൾ താഴെ വെച്ചിട്ടില്ല. എന്റെ കണ്ണ് തെറ്റിയാൽ ആ നിമിഷം അവളുടെ കയ്യിലാണ്. അവൾ എന്നിൽ നിന്ന് അകന്നു പോവാടാ. അതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കും. അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. രാത്രി 12:30 എന്ത് പെടുത്തവ. അതോടുകൂടി അവളുടെ അസുഖം കൂടി. അതുമാത്രം ഇന്ന് ഞാൻ കണ്ട കാഴ്ച. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രമേ ഫോൺ എടുക്കാവുന്നു. കയറിപ്പൊടിയത്. ഇവന്മാർക്ക് വരെ പണിയൊന്നുമില്ല. കമ്പനിക്കാരെ കൊണ്ട് തോറ്റു. ദൈവമേ, നീ എന്താ കാണിക്കുന്നത്? ഇവിടെ മതി. മോളെ, മോളെ, നീ എന്തേ കാണിക്കുന്നേ? മോളെ, മോളെ, കഥ തുറക്ക്. മോളെ, നീ എന്തേ കാണിക്കുന്നേ? പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, കഥ തുറക്ക്. മോളെ, കഥ തുറക്ക്. മോളെ, എന്റെ പൊന്നുമോളെ, നീ എന്തേ കാണിച്ചേ? കാനച്ചന്റെ താരാട്ട് പാട്ടിനാമോ
കൺമണിയേ നീ ഉണരുമ്പോൾ മിഞ്ഞ പാലോളമാകുമോ എൻ പുഞ്ചിരി അമ്മ നൽകാതെ പോയൊരാ പാൽ പുഞ്ചിരി കുഞ്ഞേ നിന്നെയുറക്കാനച്ഛൻ്റെ താരാട്ട് പാട്ടിനാമോ കൺമണിയേ നീ ഉണരുമ്പോൾ മിഞ്ഞ പാലോളമാകുമോ എൻ പുഞ്ചിരി അമ്മ നൽകാതെ പോയൊരാ പാൽ പുഞ്ചിരി വാഹനങ്ങളുടെ എഞ്ചിൻ ക്ഷമത തിരിച്ചറിയാൻ കഴിയുന്ന നിനക്ക് പക്ഷേ മകളുടെ മനസ്സ്. നീ വിഷമിക്കണ്ട, നമുക്കിതിന് പരിഹാരം കാണാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹരികുമാർ. നിരവധി കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. വീട്ടിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നീ ഇന്ന് തന്നെ മക്കളെയും കൂടി അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. ഞാൻ വിളിച്ചു പറയാം. നീ കൂടി ഒന്ന് വാ. എനിക്കിന്ന് അർജൻറ്റായിട്ട് ഓഫീസിൽ വരെ പോകണം, അല്ലേ ഞാൻ കൂടി വന്നേനെ. ആ, നീ റെഡിയാവ്. അതിനുമ്പ് ബ്രേക്ക് ഒന്ന് റെഡിയാക്ക്. സാർ, ഞാൻ വള്ളിക്കാവിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മെക്കാനിക്കാണ്. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ ഭാര്യ രണ്ടാമത്തെ പ്രസവത്തോടുകൂടി മരണപ്പെട്ടു. ഇപ്പോൾ എൻ്റെ പ്രശ്നം, ഇവൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മൊബൈൽ വാങ്ങി. അന്ന് മുതൽ വീട്ടിൽ സ്വസ്ഥതയില്ല. എൻ്റെ മോൾക്ക് ആ പഴയ സ്നേഹം പോലും എന്നോടില്ല. ഏതു നേരവും മൊബൈൽ നോക്കിയിരിപ്പ. ചോദിക്കുമ്പോൾ പഠിക്കുവാണെന്നാണ് പറയുന്നത്. കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണുക. മാത്രമല്ല, ഇന്ന് ഞാൻ ആദ്യമായി അവളെ തല്ലി. എൻ്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു. എനിക്ക് ഇവരല്ലാതെ മറ്റാരുമില്ല. എന്താ സാർ മാർഗം? പഠനത്തിന് വേണ്ടി മാത്രമാണ് സാർ ഞാൻ ഈ മൊബൈൽ എടുത്തത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ലിങ്ക് വന്നത്. ഞാൻ എൻ്റെ ഒരു കൗതുകത്തിനകത്ത് തുറന്നു നോക്കിയത്. പക്ഷെ അത് അച്ഛൻ കാണുകയും എന്നെ ഒരുപാട് തല്ലുകയും ചെയ്തു. അച്ഛനെ ഞാൻ ഒരുപാട് ആത്മാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട്. അച്ഛനെ അങ്ങനെയൊക്കെ തല്ലിയപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി സാർ. അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു ലിങ്ക് വന്നു, എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തു. അത് കൗമാരത്തിലായ എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യമാണ്. എല്ലാം എന്താണെന്ന് അറിയണം അവർക്ക്. ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരു മാനസിക ദൗർബല്യമാണ്. അതിന് കൗൺസിലിംഗ് ആവശ്യമാണ്. കുട്ടികൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ കുട്ടികൾ, 2 ന്യൂറോട്ടിക് ആയ കുട്ടികൾ. മോശമായ വെബ്സൈറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നോർമലായ കുട്ടികൾ 1-2 തവണ കാണും, അത് ഉപേക്ഷിക്കും. എന്നാൽ ന്യൂറോട്ടിക് ആയ കുട്ടികൾ അവർ ഇതിന് അഡിക്ഷൻ ആവും. അവർക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ആവശ്യമാണ്. കൗൺസിൽ ചെയ്ത് നമുക്ക് ഓൺലൈൻ പഠനം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല.
ഇപ്പോൾ ഓൺലൈൻ പഠനത്തിലിരിക്കുമ്പോൾ പേരൻസിൻ്റെ ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. റൂമിൽ ഇരുത്തി മൊബൈൽ കൊടുക്കാൻ പാടില്ല. മെയിൻ ഹാളിലോ എല്ലാവരും ഇടപെടുന്ന റൂമിലോ മാത്രമേ മൊബൈൽ കൊടുക്കാൻ പാടുള്ളൂ. സാർ, എന്നെ അങ്ങയുടെ മുന്നിൽ എത്തിച്ച ദൈവമായിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദി. അങ്ങോട്ട് നോക്കി, കണ്ണെത്താ ദൂരത്ത് നീണ്ട നിവർന്ന് കിടക്കുന്ന കണ്ടോ കടൽ. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഒരുപാട് കയ്പും മധുരവും ഒക്കെ നിറഞ്ഞ ഒരു നീണ്ട യാത്ര. ഒന്ന് പതറിപ്പോയാൽ പിന്നെ കരകയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തിനാ മോള് കരയുന്നത്? ഒന്നുമില്ല അച്ഛൻ, കരച്ചിൽ കൊണ്ടുപോയി. ഇനി മോള് കരയരുത്. ഇനി മക്കൾ കരയാൻ അച്ഛൻ അനുവദിക്കില്ല. എത്ര ശാന്തമായി അസ്തമനം കാത്തു കിടക്കുന്ന നിഗൂഢതകളുടെ ഈ കലവറയ്ക്കുള്ളിൽ ഒളിപ്പിക്കാൻ ഇനിയും ഒരുപാട് കഥകൾ. ആ കഥകൾ അവിടെ തന്നെ ഒളിഞ്ഞിരുന്നോട്ടെ. നമുക്ക് പറയേണ്ടത് ഇന്നലെയുടെയോ ഇന്നിന്റെയോ കഥയാണ്. വരാനിരിക്കുന്ന നാളെയുടെ സുഖപര്യവസായിയായ ജീവിതഗന്ധിയായ കഥകൾ. അതിനായി കഞ്ചുമെന്ന ആത്മവിശ്വാസത്തിന്റെ 1000 പ്രതീക്ഷകളുടെ പുത്തൻ പ്രഭാതം. അതിലേക്കാവട്ടെ നമ്മളുടെ ഇനിയുള്ള പ്രയാണം. കുഞ്ഞേ നിന്നെ ഉറക്കാനച്ഛൻ്റെ